ഈ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചിരിക്കുന്ന നമ്മളുടെ എല്ലാം ഏറ്റവും ആദരണീയനും പ്രിയങ്കരനുമായ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർകൾ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണ പൊതുവാൾ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വളരെയധികം സന്തോഷമായ ഒരു ദിവസമാണിന്ന്. കാരണം കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കേരളത്തിലെ ഹോട്ടൽ, ബേക്കറി, ലോഡ്ജ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏക സംഘടനയായ 1964 നമ്മുടെ കേരളത്തിൽ തന്നെ രൂപീകൃതമായ ആദ്യത്തെ വ്യാപാര സംഘടന എന്ന അഭിമാനത്തോടു കൂടി പറയാവുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ 60ാമത് സംസ്ഥാന സമ്മേളനത്തിന് തിരികൊളുത്തിയത് എന്തുകൊണ്ടും അനുയോജ്യമായ കൈകളാണ്. കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രിയാണ് എന്നുള്ളത് നമുക്ക് വളരെയധികം, കേന്ദ്രത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രിയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വികസന സാധ്യതയുള്ള ഒരു മേഖലയാണ് ടൂറിസം മേഖല. ആ ടൂറിസം മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് കേരളത്തിലെ ഹോട്ടൽ മേഖല എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. 1-2 വാക്കുകൾ, 5 മിനിറ്റ് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. കാരണം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പോകുന്നതിനായിട്ട് വളരെ തിരക്കുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് വിഷയങ്ങൾ നമ്മളുമായിട്ട് സംവാദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കാണ് പ്രധാനം എന്നുള്ളത് കൊണ്ട് ഞാനൊരു ദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും, തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി എന്ന നിലയിലും, ടൂറിസം മന്ത്രി എന്ന നിലയിലും, കേരളത്തിലെ 50,000-ഓളം വരുന്ന ഹോട്ടൽ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയിക്കേണ്ടടുത്ത് നമ്മളുടെ ജനപ്രതിനിധിയുടെ അടുത്ത് അറിയിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്ക് വേണ്ടി എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസിഡൻ്റ് ആയതുകൊണ്ടും 1-2 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖല, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് മേഖല, ബേക്കറി മേഖലയെല്ലാം വലിയ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, സാമ്പത്തിക ഞെരുക്കങ്ങൾ നമ്മുടെ സമൂഹത്തെ ബാധിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടുത്തെ ഭക്ഷണ വിതരണ മേഖലയാണ്. അപ്പം അതിനൊരു പരിഹാരം കാണുവാൻ, കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ് ഇവിടുത്തെ വ്യാപാര മേഖല തന്നെയാണ്. അപ്പോൾ ആ വ്യാപാര മേഖലയിൽ, പ്രത്യേകിച്ച് ചെറുകിട വ്യാപാര മേഖല, ഭക്ഷണ വിതരണ മേഖലയെ നിലനിർത്തുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുണ്ടായാൽ മാത്രമാണ് നമുക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയൊരു പ്രതിസന്ധി ഘട്ടം നമുക്കറിയാം. GSTയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ഞാൻ സൂചിപ്പിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. GSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് MSMEയിൽ കോവിഡുമായിട്ട് സമയത്ത് MSMEയിൽ നമുക്ക് MSMEയിൽ 2 സെക്ടറാണുള്ളത്. ഒന്ന് പ്രൊഡക്ഷൻ സെക്ടറും ഒന്ന് സർവീസ് സെക്ടറും. അന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ പ്രൊഡക്ഷൻ സെക്ടറിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർവീസ് സെക്ടറിന് കൂടി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നാളെ ഇതുവരെയായിട്ട് സർവീസ് സെക്ടറിൽപ്പെട്ട റെസ്റ്റോറൻറ്റ് മേഖലയ്ക്ക് അത് പൂർണ്ണമായിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല എന്ന് ഏറ്റവും വിനീതമായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം പ്രൊഡക്ഷൻ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം 1% GST ഉള്ളപ്പോൾ കോമ്പൻസേഷൻ നിരക്കിൽ അത് സർവീസ് സെക്ടറിൽ 5%. അവിടെയും ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസ് സെക്ടറിലെ GST എന്ന് പറയുമ്പോൾ 5% GST എന്ന് പറയുമ്പോൾ കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുത്തവർ അവർ സ്വന്തം പോക്കറ്റിൽ, നമുക്കറിയാം ഇന്ന് ഒരു സാധാരണ ചെറുകിട ഹോട്ടൽ സ്വന്തം വരുമാനത്തിനായിട്ട് 1000 രൂപ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ 5% GST സ്വന്തം കയ്യിൽ നിന്ന് എടുത്തടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ സമയം റെഗുലർ ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് പൊതുസമൂഹത്തിൻ്റെ നിന്ന് കളക്ട് ചെയ്ത് അടയ്ക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടും വലിയൊരു വൈരുദ്ധ്യമാണ് ഇതിനകത്തുള്ളത്. ആയതുകൊണ്ട് തന്നെ GSTയിലുള്ള ആ അപാകതകൾ പരിഹരിക്കണം. ഇപ്പോൾ നമുക്ക് കെട്ടിട നമുക്കറിയാം, വാടക നിയന്ത്രണത്തിൽ വാടകയുടെ GST 5% വീണ്ടും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇൻപുട്ട് ഇല്ല, അത് ശ്രദ്ധിക്കുന്നില്ല. ഇൻപുട്ട് ഇല്ലാത്ത നമ്മളും 5% GST കൊടുക്കുമ്പോൾ നമുക്ക് ആ ഇൻപുട്ട് ആനുകൂല്യം കിട്ടാത്തപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ് നമുക്ക് ഉണ്ടാക്കി തീർത്തിരിക്കുന്നത്. ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ടൂറിസം മേഖലയെ താങ്ങി നിർത്തുക, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭക്ഷണ വിതരണത്തിൻ്റെയും അതുപോലെ തന്നെ ലോഡ്ജ് മേഖലയുടെയും ഒക്കെ ആളുകളാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ, ഹോട്ടൽ എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് താമസ സൗകര്യമുള്ള ഹോട്ടലുകളാണ്. വലിയ പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടാകുന്നത്. അതിനൊരു പരിഹാരം കാണുവാൻ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഒത്തിരിയേറെ ജനപ്രിയ സിനിമകളിലൂടെ സമൂഹത്തിന് ഒത്തിരിയേറെ നന്മകൾ കാണിച്ചു തന്നിട്ടുള്ള അദ്ദേഹത്തിന് കേരളത്തിലെ ഏറ്റവും വലിയൊരു വിഭാഗം
ഇത്രയും വലിയൊരു പ്രതിസന്ധി നേരിടുമ്പോൾ അതിൽ അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നത്. ടൂറിസം മേഖല നമുക്കറിയാം, കേരളത്തിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയും ഏതൊരു ടൂറിസ്റ്റും ആദ്യം ആഗ്രഹിക്കുന്നത് ഭക്ഷണ വൈവിധ്യങ്ങളാണ്, നമ്മുടെ പരമ്പരാഗത ഭക്ഷണങ്ങളാണ്. അങ്ങനെ ഒരു വൈവിധ്യങ്ങൾ നമ്മുടെ പരമ്പരാഗത ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു ടൂറിസ്റ്റ് ഇന്ന് കേരളത്തിലേക്ക് വരാൻ മടിക്കുകയാണ്. എന്താണ് കാരണം? 2006 FSSA ഒരു നിയമം കൊണ്ടുവന്നു. 2006 FSSA പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൽ നമ്മുടെ സംസ്ഥാനത്തല്ല, രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുവാനുള്ള അധികാരം അല്ലെങ്കിൽ ഇത് പരിശോധിക്കാനുള്ള അധികാരം ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കാണ്. എന്നാൽ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഇത് പിടിച്ചെടുക്കുകയും ആ പിടിച്ചെടുത്ത ഭക്ഷണം അന്യായമായിട്ട് പിടിച്ചെടുക്കാനുള്ള അധികാരമില്ല. ഒരു ഭക്ഷണ സാധനം പിടിച്ചെടുക്കണമെങ്കിൽ ആ ഭക്ഷണ സാധനം ലാബിൽ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ച് അത് ഏതെങ്കിലും തരത്തിലുള്ള മായം ഭക്ഷ്യയോഗ്യമല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജീവപര്യന്തം തടവ് വരെ ആ ഹോട്ടലുടമയ്ക്ക് കൊടുക്കാനുള്ള നിയമം നിലവിൽ FSSA നിയമത്തിലുള്ളപ്പോൾ യാതൊരു അധികാരവുമില്ലാത്ത ഹെൽത്ത് ഉദ്യോഗസ്ഥർ ആ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും മുമ്പിൽ കൊണ്ട് പ്രദർശിപ്പിച്ച് 50-60 വർഷം പരമ്പരാഗതമായി നടത്തിക്കൊണ്ടുവരുന്ന തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ യശസ്സും കേരളത്തിലേക്ക് വരുന്ന ടൂറിസം ഇൻഡസ്ട്രിയുടെ ഒഴുക്കും തടയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കേരളത്തിലെ ഹോട്ടലുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് പരിശോധനകൾക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ല, യാതൊരു എതിരുമല്ല. ഞങ്ങൾ നിയമപ്രകാരമുള്ള പരിശോധന വന്നം ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കുകയാണ്. ഞങ്ങൾ കൊടുത്തു. അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥൻ അങ്ങയുടെ അധികാരം കൈയടക്കിക്കൊണ്ട് ഞങ്ങളുടെ കടയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്നു. അദ്ദേഹം നേരിട്ട് പറഞ്ഞാണ്, ഞങ്ങൾക്കും അറിയാം അധികാരമില്ലാത്തവരാണ് പിടിച്ചെടുക്കുന്നത്, പക്ഷേ നിലവിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ അത് തടയുവാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടൽ കൊണ്ട്, കേന്ദ്രത്തിൽ നിന്നുള്ള ശക്തമായ ഇടപെടൽ കൊണ്ട് ഇവിടുത്തെ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് പ്രദർശിപ്പിച്ച് ടൂറിസം ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന ഒരു പ്രവണത അങ്ങയുടെ ഇടപെടൽ കൊണ്ട് ഒഴിവാക്കി തന്നാൽ കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളും അങ്ങേക്ക് കടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഇവർക്ക് വേണ്ടി അങ്ങയോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നു പ്രസംഗം പരിമിതപ്പെടുത്തണമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. ഞാൻ അതുകൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് കിടക്കുന്നില്ല, ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. എങ്കിൽ 2-3 കാര്യങ്ങൾ കൂടി പറയുവാനുണ്ട്. മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വേറൊന്ന്. നമുക്കറിയാം, നമ്മുടെ രാജ്യം നേരിടുന്ന, നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരിക്കലും കേരളത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരു സംഘടന എന്ന രീതിയിൽ ആ മാലിന്യ പ്രശ്നങ്ങളിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒപ്പം നിൽക്കാനല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കുവാൻ കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം കൂടി അങ്ങ് മനസ്സിലാക്കണം. കേരളത്തിൽ ഏതാണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ 70% അംഗങ്ങൾ ചെറിയ ചായക്കച്ചവടക്കാരാണ്. 100 സ്ക്വയർ ഫീറ്റും 200 സ്ക്വയർ ഫീറ്റും 300 സ്ക്വയർ ഫീറ്റിലും പ്രവർത്തിക്കുന്ന ചെറിയ ചായക്കടകൾ, ക്ലാസിഫൈഡ് ഹോട്ടലുകൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളൊക്കെ ഇരിപ്പുണ്ട്. അവരൊക്കെ സ്വന്തമായിട്ട് ഉറവിട മാലിന്യ സംസ്കരണമുണ്ട്. ഇല്ലാത്തതാർക്കാ? ചെറിയ ഹോട്ടലുകൾക്ക്. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യമാണ്, നമുക്കും അറിയാം. പക്ഷെ അതിന് നമ്മുടെ നഗരപാലികാ നിയമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഒരു പൊതു സംവിധാനം വേണം. നമ്മുടെ ഇന്ത്യ വിട്ട് കഴിഞ്ഞ് പല രാജ്യങ്ങളും, പല ദരിദ്ര രാഷ്ട്രങ്ങളിൽ പോയാൽ പോലും അവിടെ ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ജനസാന്ദ്രത കൂടുതലാണ്, ഇവിടുത്തെ സ്ഥലപരിമിതികളൊക്കെ നമുക്കറിയാം. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സ്ഥാപനം പൂട്ടി ഉപജീവനം തടസ്സപ്പെടുത്താൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം പരമ്പരാഗത ഒരു ഭക്ഷണ സംസ്കാരം നമ്മൾ കൊണ്ടുപോകുന്ന ഇവിടുത്തെ കുറേയേറെ പഴയ ചായ കച്ചവടക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബം അവർ വലിയൊരു വ്യവസായമൊന്നുമല്ല നടത്തുന്നത്. സ്വന്തം ഉപജീവനത്തിന് വേണ്ടിയിട്ട് 1000 രൂപ പോലും പണിക്കൂലി കിട്ടാതെ അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആ വിഭാഗങ്ങൾ സ്വന്തമായിട്ട് ഒരു ഉറവിട മാലിന്യ സംസ്കരണം നടത്തണമെന്ന് പറഞ്ഞാൽ ആ സ്ഥാപനങ്ങളൊക്കെ നിന്നു പോകുമെന്നുള്ള കാര്യം കൂടി ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാന്യപ്പെട്ട നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നമ്മുടെ തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ പ്രിയങ്കരിയായ മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ബിന്ദു മാഡം കൂടി എത്തിയിട്ടുണ്ട്. ഞാൻ മാഡം കൂടി കേൾക്കട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാരുമായി ചേർന്നുകൊണ്ട്
പെരുമ്പാവൂരിനടുത്തൊരു സ്ഥലത്ത് സ്വന്തമായിട്ട് മാലിന്യ പ്ലാന്റ് വരെ സ്ഥാപിക്കാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പം എല്ലാ കാര്യത്തിലും നമ്മൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുമായിട്ട് സഹകരിക്കുകയാണ്. നമുക്കറിയാം വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ മറ്റുള്ള സംഘടനകളെ പോലെ ആയിരുന്നില്ല നമ്മൾ. യാതൊരു പ്രതിഫലവും കൂടാതെ അങ്ങോട്ട് കയറി ചെന്ന് ഇവിടുത്തെ ജനകീയ അടുക്കള, സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ജനകീയ അടുക്കള, 1 രൂപയുടെ പ്രതിഫലം പോലും ഇല്ലാതെ തികച്ചും സൗജന്യമായിട്ട് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ഹോട്ടലുകൾ അവിടെ ചെന്ന് സൗജന്യ സേവനം നടത്തി. ഇന്ത്യൻ മിലിറ്ററി നമ്മുടെ ക്യാമ്പിലെടുത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മളെ അഭിനന്ദിച്ചു. അന്ന് മിലിറ്ററിയിലെ കമാൻഡർ പറഞ്ഞത്, പുറത്തൊരിടത്ത് നിന്ന് ഞങ്ങൾക്ക് ആഹാരം വേണ്ട, ഈ ക്യാമ്പിൽ നിന്നുള്ള ആഹാരം മാത്രം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൊടുത്താൽ മതി എന്നാണ്. ആ മിലിറ്ററി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സമയങ്ങളിലും നമ്മുടെ ക്യാൻറ്റീനിൽ നിന്നാണ് ആഹാരം പോയത്, നമ്മുടെ ജനകീയ അടുക്കളയിൽ നിന്ന്. അത്രയേറെ സേവനം നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ടും ഇവിടുത്തെ സർക്കാരുകളുടെ ഒപ്പം നിന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള നമുക്ക് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. ഏറ്റവും വലുത് ഉറവിട മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇത് സമൂഹത്തിന്, എനിക്കറിയാം ബഹുമാനപ്പെട്ട മന്ത്രിമാരൊക്കെ ഇത് പറയുന്നത് അവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഏതൊരു മന്ത്രി എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്കും ഹോട്ടലുകാരുടെ കാര്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ, പൊതുസമൂഹത്തിൻ്റെ കാര്യം, പൊതുജനങ്ങൾ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടേണ്ട ആരാണ് ജനപ്രതിനിധികളെന്ന തികച്ച ബോധ്യത്തോടുകൂടി തന്നെ പറയുന്നു. ഞങ്ങളും സർക്കാരുകളുടെ ഒപ്പം നിൽക്കാം. ഒത്തിരിയേറെ ഫണ്ടുകൾ വരുന്നുണ്ട്, കേന്ദ്ര ഫണ്ടും മറ്റൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു പൊതു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ചെറിയ ഇടത്തരം ഹോട്ടലുകളെ സംരക്ഷിക്കുന്നതിന് ഉറവിട മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരുകളുടെയും ചുമതലകൾ കൂടിയാണ്. നമ്മളും അതിനൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനും കൂടി ഒരു സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല. ഈ യോഗത്തിന് എത്തിച്ചേർന്ന കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ, നമ്മളുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരനായ, ഒത്തിരിയേറെ സിനിമകളിൽ കൂടെ നമ്മളെ ആകർഷിച്ചിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഒരു മാതൃകാ പുരുഷനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവർകളെ ഒരിക്കൽ കൂടി ഈ പൊതുസമൂഹത്തിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മാഡത്തിൻ്റെയും സാന്നിധ്യം നമ്മളെ ഒത്തിരിയേറെ സന്തോഷപ്രദമാക്കുന്നു. ഇവർക്കെല്ലാം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ചുരിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.